1904 വെയിൽസിൽ ഒരു വലിയ ഉണർവ് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ലഗോർ മോറിയ ചാപ്പലിൽ വെളിപ്പെട്ട ഈ ചെറിയ ഉണർവ് അത് കത്തിപ്പടർന്ന് വെയിൽസ് ആകമാനം ഒരു ഉണർവിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഒരു ദേശം തന്നെ ഉണർവിലേക്ക് വരുന്ന ഒരു വലിയ സംഭവമായിരുന്നു വെയിൽസിൽ നടന്ന ഈ വെൽഷ് റിവൈവൽ. ഈ ഉണർവിൻ്റെ തീ അനേക ദേശങ്ങളിലേക്ക് കത്തിപ്പടർന്ന് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നു. ഈ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ ദാസനാണ് 26 വയസ്സുകാരനായ യൗവനക്കാരനായ ഇവാൻ റോബർട്ട്സ്. 12ാമത്തെ വയസ്സിൽ തൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം കാരണം തൻ്റെ പഠനം നിർത്തി തൻ്റെ പിതാവിനോട് കൂടെ കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുവാൻ ആരംഭിച്ച ഇവാൻ റോബർട്ട്സ് തൻ്റെ 13ാമത്തെ വയസ്സിലാണ് കർത്താവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് തൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചത്. തൻ്റെ ജീവിതത്തിൻ്റെ ആ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തോട് ഒത്തിരി അടുത്ത് ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുകയും ഒത്തിരി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഇവാൻസ്. മണിക്കൂറുകൾ താൻ പ്രാർത്ഥനയിൽ മുഴുങ്ങി ദൈവത്തോട് വെയിൽസിൽ ഒരു ഉണർവ് വരുവാനായി ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ചില സമയങ്ങളിൽ ആഹാരം പോലും കഴിക്കുവാൻ മറന്നുപോയി രാത്രികളിലേക്ക് തന്റെ പ്രാർത്ഥന നീണ്ടു നിൽക്കുന്ന അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു ഇവാൻ റോബർട്ട്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രയർ മീറ്റിംഗിലേക്ക് ഇവാൻസ് പോകുകയും അവിടെയുള്ള ദൈവദാസൻ തന്നോട് പ്രാർത്ഥിക്കുവാൻ പറയുകയും ചെയ്തത്. അപ്പോൾ ഇവാൻസ് പ്രാർത്ഥിക്കുന്നു. ഇവാൻസിന്റെ പ്രാർത്ഥനയിൽ ഒരു അഭിഷേകം വെളിപ്പെടുകയും അനേകരത് സ്പർശിക്കുവാൻ ഇടയായി തീർന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ ദേവദാസൻ ഇവാൻസിനോട് പറഞ്ഞു, ഇവാൻസ്, നിന്റെ മേൽ ദൈവത്തിനൊരു വിളിയുണ്ട്. അതുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിച്ചാൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ക്രമീകരിക്കാം എന്ന് പറഞ്ഞ് ദൈവവേലയ്ക്ക് വേണ്ടി ദൈവവിളിയുടെയും ആ വലിയ ആഹ്വാനം ഇവാൻസിന് കൊടുക്കുകയാണ്. ഈ ദേവദാസനോട് കൂടെ ചേർന്ന് അനേക സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥനാ കൂട്ടങ്ങളും മീറ്റിംഗ്സ് എടുക്കുന്ന അങ്ങനെ ഒരു കാര്യത്തിൽ താൻ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ശുശ്രൂഷകളുടെ ഇടയ്ക്ക് തന്റെ ഹൃദയത്തിൽ വലിയൊരു ബോധ്യമുളവായി പരിശുദ്ധാത്മാവില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സ്നാനവും ഇല്ലാതെ ദൈവവേല ചെയ്യുവാൻ സാധ്യമല്ല എന്നൊരു ബോധ്യം തന്റെ ഉള്ളിൽ ഉളവാകുവാൻ ഇടയായി തീർന്നു. ഒരു വലിയ വ്യതിയാനം കാണണമെങ്കിൽ, ഒരു വലിയ വ്യത്യാസം തന്റെ ജനത്തിന് തന്റെ സമൂഹത്തിൽ കാണണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഈ അത്യന്തമായ ശക്തിയുടെ ഒരു വ്യാപാരം നടക്കണമെന്ന് തന്റെ ഹൃദയത്തിൽ തനിക്ക് ബോധ്യമായി വീണ്ടും ശുശ്രൂഷകളുടെ ഇടയ്ക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഇവാൻ റോബർട്ട്സിന്റെ ആ ജീവിത രീതി ഇവാന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവം തട്ടി ഉണർത്തുകയും സ്വർഗത്തിലേക്ക് താൻ എടുക്കപ്പെടുന്ന ഒരു അനുഭവം തനിക്ക് ഉണ്ടായി. ഏകദേശം 4 മണിക്കൂറോളം താൻ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ആത്മപകർച്ച തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. 1905 ഇവാൻ റോബർട്ട്സ് ന്യൂ കാസൽ ബൈബിൾ കോളേജിലേക്ക് പോകുന്നു. അവിടെ തന്റെ പഠനം ആരംഭിക്കുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയപ്പോൾ സെയ്റ്റ് ജോഷുവ എന്ന ഉണർവ് പ്രാസംഗികനായ ഈ ദൈവത്തിന്റെ ദാസൻ അതിന്റെ തൊട്ടടുത്ത പട്ടണത്തിൽ ഒരു ചെറിയ ഉണർവ് നടക്കുകയും ന്യൂക്കി എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഒരു ദൈവത്തിന്റെ ഒരു മൂവ് അവിടെ നടക്കുകയാണ്. ആ ഉണർവ് യോഗങ്ങൾ കഴിഞ്ഞ് താൻ ആയിരിക്കുന്ന ന്യൂ കാസൽ എംലിനിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത അവിടെയുള്ള ബൈബിൾ കോളേജ് സ്റ്റുഡൻസിന് കിട്ടി. അവരെല്ലാവരും ഈ ഉണർവ് യോഗങ്ങളിലേക്ക്, സെയ്റ്റ് ജോഷുവ എന്ന് പറഞ്ഞ ഈ ദേവദാസൻ ശുശ്രൂഷിക്കുന്ന ഈ മീറ്റിങ്ങുകളിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ഏകദേശം സെപ്റ്റംബർ 27, 1904 അന്നത്തെ മീറ്റിംഗിൽ ഇവാൻ റോബർട്ട്സും അവിടെ ഉണ്ടായിരുന്നു. ഈ ദേവദാസൻ പ്രസംഗിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ അവസാനം താൻ പറഞ്ഞു, ദൈവമേ, ഞങ്ങളെ സമർപ്പിക്കണം, ഞങ്ങളെ ആകമാനം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് അർത്ഥമുള്ള ഇംഗ്ലീഷിൽ ബെൻഡാസ് ഓ ഗാഡ്, ബെൻഡാസ് ഓ ഗോഡ് എന്ന് താൻ പറയുവാനും താൻ പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു. അവിടെ നിന്ന് അനേകർ ആ പ്രാർത്ഥന ഏറ്റെടുത്തു. എങ്കിലും ഇവാൻ റോബർട്ട്സ് ആ പ്രാർത്ഥനയെ തന്റെ സ്വന്തം പ്രാർത്ഥനയായി താൻ അതിനെ ഏറ്റെടുക്കുകയാണ്. ഇവാൻ റോബർട്ട്സ് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് പോയി. ഇവാൻ റോബർട്ട്സ് വീണ്ടും ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥനയായി, ദൈവമേ, ഞാൻ എന്നെ സമ്പൂർണമായി എന്നെ ഏൽപ്പിക്കുന്നു. താൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരു ദർശനം താൻ കാണുകയാണ്. പെട്ടെന്ന് സ്വർഗം തുറന്നതായിട്ടും അവിടെ നിന്ന് ഒരു കൈ, ദൈവത്തിന്റെ ഒരു കൈ
താഴെ വെയിൽസിലേക്ക് വെളിപ്പെട്ടു വരുന്നത് പോലെ ഒരു സ്വർഗീയ ദർശനം ദൈവം ഇവാൻസിനെ കാണിക്കുവാൻ ഇടയായി തീർന്നു. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് 1,00,000 ആത്മാക്കളെ കർത്താവെ തരണമേ, 1,00,000 ആത്മാക്കൾ വെയിൽസിൽ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരണമേ എന്ന് താൻ സ്തോത്രം വിശ്വാസത്തിന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഇവാൻസ് തന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ ചെറിയ കൂട്ടങ്ങൾ ക്രമീകരിക്കുവാൻ തന്റെ പാസ്റ്ററിനോട് അനുവാദം ചോദിക്കുന്നു. പാസ്റ്റർ അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടമായി അവിടെ ശുശ്രൂഷ താൻ ആരംഭിക്കുകയാണ്. ഈ ചെറിയ പ്രാർത്ഥനാ കൂട്ടം 2 ആഴ്ച കൊണ്ട് ഒരു വലിയ ഉണർവായി വെയിൽസിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. 2 ആഴ്ച കൊണ്ട് സ്തോത്രം ആകമാനം ഇവാൻസ് ആയിരുന്ന തന്റെ ആ ഗ്രാമം, തന്റെ ആ ടൗൺഷിപ്പ് ആകമാനം പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു ചലനത്തിന് കീഴിൽ വരുവാൻ ഇടയായി തീർന്നു. ഏകദേശം 1,00,000 ആൾക്കാർ കർത്താവിലേക്ക് 5-6 മാസം കൊണ്ട് തന്നെ വരുവാൻ ഇടയായി തീർന്നു. മീറ്റിങ്ങുകളിൽ സ്തോത്രം ചെറിയ രീതിയിൽ ആരെങ്കിലും പ്രാർത്ഥിച്ച് പാടുവാൻ തുടങ്ങും. പെട്ടെന്ന് ഒരു ആത്മനിറവ് വെളിപ്പെടും. പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഈ മാനസാന്തരത്തിന്റെ ഒരു ആഴമായ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീരും. പെട്ടെന്ന് ആൾക്കാർ പൊട്ടി കരയുവാനും അവരുടെ പാപങ്ങളെ ഏറ്റുപറയാനും അനുദപിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് അങ്ങനെ അവരുടെ പാപ വഴികളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയുന്ന വലിയ ഒരു പ്രതീതി. സ്തോത്രം. മദ്യശാലകൾ അടയ്ക്കുന്നു, മൂവി തിയേറ്ററുകളും സിനിമാ ഹാളുകളും അടയ്ക്കുന്നു. സ്തോത്രം. അവിടുത്തെ ക്രൈം റേറ്റ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നു. പോലീസിന് ജോലിയില്ലാത്ത ഒരു ജയിലുകൾ അടച്ചിടേണ്ടി വരുന്നു. ജഡ്ജസിന് അവിടെ വിചാരണ ചെയ്യുവാൻ കേസുകളില്ലാതെ അത്രമാത്രം ഒരു വലിയ രൂപാന്തരം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. വെയിൽസിന്റെ ഈ ഉണർവ് ഭാരതത്തെയും അത് സ്പർശിക്കുവാൻ ഇടയായി തീർന്നു. 1905 മുക്തി മിഷനിലെ മഹാരാഷ്ട്രയിലുള്ള പണ്ഡിത രമാഭായും ഇതിനെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നു. വെയിൽസിൽ ഇങ്ങനൊരു ഉണർവ് നടക്കുന്നു. അതുകൊണ്ട് താനും തൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം ഒത്ത് അവരും സ്തോത്രം ഈ ഒരു ഉണർവിനെ അവരുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ സ്വീകരിക്കുവാൻ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ക്രമീകരിക്കുകയാണ്. ജൂൺ 1905 സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഉണർവിന്റെ കാറ്റും തീയും സ്തോത്രം പണ്ഡിത രമാബായി ആ മുക്തി മിഷനിൽ ദൈവം വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം അവിടേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. ജോസഫ് ജോൺസ് ആൻഡ് ജാനി എന്ന് പറഞ്ഞ സ്തോത്രം വെയിൽസുകാരായ ഈ ദമ്പതികൾ അവര് ചില വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവര് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഭാരതത്തിലും ഒക്കെ മിഷണറികളായി വർക്ക് ചെയ്യുവാൻ അവർ വന്നു. സ്തോത്രം. ജോസഫ് ജോൺസ് താനും കേട്ടു വെയിൽസിൽ ഈ വലിയ ഉണർവ് നടക്കുന്നു. സ്തോത്രം. താനും വെയിൽസിലേക്ക് പോകുന്നു. അവിടെ പരിശുദ്ധാത്മാവിന്റെ ഈ ചലനത്തിൽ തന്റെ ജീവിതവും ആകമാനം സ്പർശിക്കപ്പെടുകയാണ്. ഈ ഉണർവിന്റെ തീ ജോസഫ് ജോൺസ് എന്ന് പറഞ്ഞ ഈ ദൈവത്തിന്റെ ദാസൻ താൻ സ്തോത്രം ഭാരതത്തിലേക്ക് മടങ്ങി വന്ന് നോർത്ത് ഈസ്റ്റിലേക്ക്, കാസി മലകളിലേക്ക്, മേഘാലയ, ഷില്ലോങ്, നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു വലിയ ഉണർവിന്റെ തീ അവിടെയും കത്തിപ്പടരുവാൻ ഇടയായിത്തീരുന്നു. വെയിൽസിൽ ആരംഭിച്ച ഈ ഉണർവ് ഭാരതത്തെയും സ്പർശിക്കുവാൻ ഇടയായിത്തീർന്നു. മേഘാലയ, ഷില്ലോങ്, നോർത്ത് ഈസ്റ്റ്, കാസി മലകൾ എല്ലാം ഒരു വലിയ ആത്മസന്ദർശനത്താൽ ഒരു ഡിവൈൻ വിസിറ്റേഷന്റെ കീഴിൽ വരുവാൻ ഇടയായിത്തീർന്നു. സിലാക്കോട്ടിൽ, പാകിസ്ഥാനിലെ സിലാക്കോട്ടിന്റെ ആ മീറ്റിങ്ങുകളിൽ സ്തോത്രം വെയിൽസിൽ തന്നു വന്ന ഈ ഉണർവിന്റെ വക്താക്കൾ അവിടെയും വന്ന് ആ മീറ്റിങ്ങുകളിലും ജോൺ ഹൈഡ് ആരംഭിച്ച നേതൃത്വം കൊടുക്കുന്ന സിലാക്കോട്ട് കൺവെൻഷനിലും പരിശുദ്ധാത്മാവിന്റെ വലിയ ആത്മസ്പർശനം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. 1906 അസൂസ, ലോസ് ആഞ്ചലസ്, കാലിഫോർണിയയിൽ നടന്ന ആ ഉണർവിന്റെയും ഒരു ആരംഭം, ആ ഉണർവിനും ഒരു രീതിയിൽ കാരണമായി തീർന്നത്, ഒരു കാറ്റലിസ്റ്റ് ആയി തീർന്നത് 1904 ഉള്ള വെയിൽസിൽ നടന്ന ഈ വെൽഷ് റിവൈവൽ ആയിരുന്നു. ഹല്ലേലൂയ. ഈ അന്ത്യനാളുകളിൽ സ്തോത്രം സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന തൻ്റെ വാഗ്ദത്തങ്ങളെ താൻ നിവർത്തിക്കുന്ന നിമിഷങ്ങളിലാണ് നാം വന്നിരിക്കുന്നത്. ഈ അന്ത്യകാലങ്ങളിൽ സ്തോത്രം ദൈവം വെയിൽസിൽ ചെയ്തതിനേക്കാൾ, ഈ അന്ത്യനാളുകളിൽ ദൈവം വെയിൽസിൽ ചെയ്തതിനേക്കാൾ, അസൂസയിൽ ചെയ്തതിനേക്കാൾ, മറ്റ് ഉണർവുകളിലൊക്കെ നടന്നതിനേക്കാൾ വലിയവ ചെയ്യുവാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുകയാണ്.
അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം, നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് വളരെ വിശ്വാസത്തോടും സമർപ്പണത്തോടും ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്തോത്രം, സ്തോത്രം. ഒരു വലിയ ഉണർവ് ദേശങ്ങളിലേക്ക് വെളിപ്പെടുവാനുള്ള സമയം ആയി അതിനുവേണ്ടിയുള്ള സമയമായി. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. God bless you.